ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം വിവാദമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സുംബ എന്ന് പറയുന്ന ഒരു ഡാൻസ്, അല്ലെന്നുണ്ടെങ്കിൽ സുംബ എന്ന് പറയുന്ന ഒരു എയറോബിക്സ് വ്യായാമം. ഓക്കെ, ഇപ്പം അതിനെക്കുറിച്ചാണ്, അതിൻ്റെ പുറകെയാണ് ഇപ്പം മാധ്യമങ്ങളെല്ലാവരും തന്നെ. അപ്പം നമുക്ക് സുംബയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ സ്കൂളുകളിൽ ഈ സുംബ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പ്രശ്നത്തിലായിരിക്കുന്നത്. എന്താണ് സുംബ ചെയ്താലുണ്ടാകുന്ന ബെനിഫിറ്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. രക്ഷിതാക്കളൊക്കെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധാപൂർവ്വം കാണുക. കാരണം വളരെയേറെ ബെനിഫിറ്റായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് സുംബ എന്ന് പറയുന്ന ഡാൻസ്, അല്ലെന്നുണ്ടെങ്കിൽ സുംബ എന്ന് പറയുന്ന എയറോബിക്സ് വ്യായാമം. ഓക്കെ, നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമുക്ക് സുംബയിൽ നിന്ന് തുടങ്ങാം. സുംബ എങ്ങനെയാണ് ഉത്ഭവിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, പ്രശസ്ത കൊളംബിയൻ ഡാൻസറും കൊറിയോഗ്രാഫറുമായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ആൽബർട്ടോ ബെറ്റോ പെരസ് എന്നാണ്. ഓക്കെ, ആൽബർട്ടോ ബെറ്റോ പെരസ് 1990കളിൽ അദ്ദേഹമാണ് ഈ സുംബ എന്ന് പറഞ്ഞ ഒരു കലാരൂപത്തെ അദ്ദേഹം അവതരിപ്പിച്ചത്. ഓക്കെ, ഇത് വളരെയേറെ ലോക പ്രശസ്തി ആർജിച്ച ഒരു ഡാൻസാണ് ഈ സുംബ എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മളതിനെ ഒരു എക്സസൈസിൻ്റെ രൂപത്തിലോട്ടും കൂടെ കൊണ്ടുവന്നത്. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ സുംബ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ സുംബ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആരോഗ്യപരവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഗുണങ്ങളെന്നുള്ളത് നമുക്ക് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നേരെ ആ ഒരു ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഇതിനെക്കുറിച്ച് പല പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഈ പഠനങ്ങളിലെല്ലാം തന്നെ പറയുന്നുണ്ട് സുംബ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള നല്ല ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ ബെനിഫിറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, ശാരീരികമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങളിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്, ഒരു രൂപമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യായാമമാണ്, ഒരു എയറോബിക്സ് വ്യായാമമാണ് ഈ സുംബ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയാരോഗ്യത്തെ നല്ല രീതിയിൽ മെച്ചപ്പെടും. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്പം ഇൻറ്റൻസിറ്റി കൂടിയ, നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഹൃദയാരോഗ്യത്തിന് വളരെയേറെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫാറ്റ് ബേണിങ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പം അല്പം ഫാറ്റായിട്ടുള്ളവരാണ്. കാരണം വെച്ചാൽ അവർക്ക് വ്യായാമമില്ല, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസുകളില്ല. രാവിലെ തൊട്ട് അവർ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ട്യൂഷന് പോകുന്നു. മറ്റുള്ള കളികളിലൊക്കെ അവർ വളരെ കുറവായിട്ടാണ് ഏർപ്പെടുന്നത്. അതിലുപരിയായിട്ട് അവർ അല്പസമയം റെസ്റ്റ് കിട്ടിയാൽ, അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവർ മൊബൈലിൻ്റെ മുമ്പിലും ടി വിയുടെ മുമ്പിലും ഒക്കെയാണ് അവരുടെ ചിലവഴിക്കൽ എന്ന് പറയുന്നത്. ഈ ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്യുന്ന വഴി, ഈ സുംബ ചെയ്യുന്ന വഴി നമുക്ക് ഫാറ്റ് ബേണിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതിലുപരിയായിട്ട് നല്ല രീതിയിൽ കാലറീസ് ബേൺ ചെയ്യാനും പറ്റിയ ഒരു രീതി തന്നെയാണ് സുംബ എന്ന് പറയുന്നത്. ഒരു ഒറ്റ സെക്ഷനിൽ തന്നെ, ഒറ്റ വട്ടം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് 100 തൊട്ട് 250 കലോറി വരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് നിലനിർത്താൻ വളരെ നല്ലതാണ് സുംബ എന്ന് പറയുന്ന ഈ ഒരു ഡാൻസ്, അല്ലെങ്കിൽ ഈ എയറോബിക്സ് വ്യായാമം. ഓക്കെ, അടുത്തതായിട്ട് ഇതിൻ്റെ മൂന്നാമത്തെ ഗുണമാണ് നമ്മുടെ മസിൽസിനെ ട്യൂൺ ചെയ്യിപ്പിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫുൾ ബോഡിയുടെ മസിൽസിനെയും ട്യൂൺ ചെയ്യിപ്പിക്കാനായിട്ട് നല്ല ഒരു വ്യായാമ രീതിയാണ്. കാരണം നമുക്കറിയാം നമ്മളിതൊരു ഡാൻസ് രൂപത്തിലാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. മ്യൂസിക് ഇട്ടിട്ട് ഒരു ഡാൻസിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാൻസ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിലെ കംപ്ലീറ്റ് മസിൽ ഗ്രൂപ്പുകളും ആക്ടിവേഷൻ ആവുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നുണ്ട്. അത് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ഈ മസിൽസിൻ്റെ ട്യൂണിങ്ങും ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ മെച്ചപ്പെടുന്ന വഴി നമുക്ക് നല്ലൊരു എനർജി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു രീതി കൂടിയാണ് സുംബ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡി ഫിറ്റ്നസ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്
ഈ സുംബ എന്ന് പറയുന്ന ഒരു രീതി. ഇത് നമ്മുടെ ജിമ്മുകളിലും ഒക്കെ ഇത് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം വിദ്യാർത്ഥികൾക്ക് ഇത് ചെയ്താലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രക്ഷിതാക്കൾ ആദ്യം ഇതിൻ്റെ ബെനിഫിറ്റുകൾ, കാരണം പലരും പല കണ്ണുകൾ കൂടിയായിരിക്കും ഇതിനെല്ലാം നോക്കിക്കാണുന്നത്. നമ്മളിതിൻ്റെ ബെനിഫിറ്റുകൾ മാത്രം നോക്കുക, നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ആരോഗ്യകരമായ വളർച്ചകൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡിക്ക് നല്ല ബെനിഫിറ്റാണ് സുംബ ചെയ്യുന്ന വഴി കിട്ടുന്നത്. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ നമ്മുടെ ഫിറ്റ്നസ് പരമായിട്ടുള്ള, നമ്മുടെ ഫിസിക്കൽ പരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് മാനസികപരമായിട്ടുള്ള നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഇത് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പല പഠനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കിടയിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ സ്ട്രെസ്സ്, അതിനൊക്കെ ഉത്കണ്ഠ, അതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം അതിനെയെല്ലാം മാറ്റിയെടുക്കുവാനായിട്ട്, ഈ കുട്ടികൾക്കിടയിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ മാറ്റിയെടുക്കാൻ, അവരുടെ ആങ്സൈറ്റിയെ മാറ്റിയെടുക്കാൻ, അതിനൊക്കെ തന്നെ അവരുടെ ആ ഒരു മൂഡിനെയൊക്കെ എൻഹാൻസ് ചെയ്യിപ്പിക്കാനൊക്കെ അടിപൊളിയാണ് ഈ സുംബ ചെയ്യുന്ന വഴി. ഓക്കെ, അപ്പം ആങ്സൈറ്റി മാറും, അതിനൊക്കെ തന്നെ ഡിപ്രഷൻ മാറും. അങ്ങനെയുള്ള പല പല മാനസിക പ്രശ്നങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കുട്ടികളെ വളരെയധികം ഇത് സഹായിക്കുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ പഠന രീതിയും അതിനൊക്കെ തന്നെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾക്കിടയിലൊക്കെ വലിയ തോതിൽ ആത്മഹത്യയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. കുട്ടികളൊക്കെ മറ്റുള്ള ലഹരികളുടെയൊക്കെ പുറകെ പോകുന്ന ഒരു കാലമാണ്. അപ്പം അതിൽ നിന്നെല്ലാം ഒരു മാറ്റം കൊണ്ടുവന്ന് അവരുടെ മാനസിക നിലയെ തന്നെ നല്ല രീതിയിലാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു രീതിയാണ് സുംബ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്. അടുത്ത രണ്ടാമത്തേന്ന് പറയുന്നത് അവരുടെ മൂഡിനെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് അവരുടെ മൂഡിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ അവരുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്, ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല പല മാനസികമായിട്ടുള്ള ഗുണങ്ങളും ഇത് ചെയ്യുന്ന വഴി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ട് നമ്മൾ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട. ഇത് ചെയ്യുന്ന വഴി ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ, ഒരു തരത്തിലും ഇത് ഒരു ദോഷമായിട്ട് ഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തായിട്ട് ഇതിന് കുറച്ച് സോഷ്യലായിട്ടുള്ള ഗുണങ്ങൾ കൂടിയുണ്ട്. അതും കൂടെ എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. സുംബ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരുപാട് പേർ ചേർന്ന്, ഒരുപാട് കുട്ടികൾ ചേർന്നിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്, മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്. അപ്പം ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ കുട്ടികൾക്കിടയിൽ തന്നെ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുവാൻ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് കൂടുതൽ ഇടപഴകാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, അവർക്ക് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനും അവർക്ക് നല്ല മൂഡോടുകൂടി ഇതിനെ സമീപിക്കാനും ഒക്കെ അതുകൊണ്ട് ഈ സുംബ കൊണ്ട് സാധിക്കുന്നതാണ്. അവർക്കൊരു സോഷ്യൽ അവയർനെസ് ഉണ്ടാകുന്നതാണ്. അതേ കണക്ക് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ലഹരിയിൽ നിന്നൊക്കെ മുക്തരാകുവാനും ഒക്കെ അവരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് സുംബ എന്ന് പറയുന്ന ഈ ഒരു കലാരൂപം. ഓക്കെ, ഞാൻ കലാരൂപം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കലാരൂപമായിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴാണ് ഇത് ഒരു വർക്കൗട്ടിൻ്റെ രീതിയിലോട്ടൊക്കെ വന്നു തുടങ്ങിയത്. ഇത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇത് പരിശീലിക്കുന്ന ഒരു വ്യായാമ മുറയാണ്. ഇത് നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ചെയ്യുന്ന വഴി അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവുന്നതല്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ല, അവർക്ക് നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അവർക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഒക്കെ ലഭിക്കുന്ന വളരെയേറെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ കുട്ടികൾ സുംബ ഡാൻസ് സ്കൂളിൽ പോയി ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും അവർക്ക് ഒരു തടസ്സം പറയരുത്. കാരണം അത് അവരെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് സുംബയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ടാണെന്ന് വരെ ബൈ.